അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമാവുന്നു. ഇത്രയും വർഷം കൊണ്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതി എവിടെ മുതൽ എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നല്ലൊരു രാജ്യത്തെ വാർത്തെടുക്കാൻ നല്ലൊരു ഇൻഫോംഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 സമയങ്ങളിൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒട്ടും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഒന്ന്, ബ്യൂറോക്രസി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. 2, ആ രാജ്യത്തിലെ സിറ്റിസൺസ് ഒട്ടും അവെയർ അല്ല, ഇൻഫോംഡ് അല്ല എന്നുണ്ടെങ്കിൽ. ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇതിനിടയിലാവാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. പലതരം കാര്യങ്ങളുണ്ടല്ലോ. സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഇഷ്ടം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അങ്ങോട്ട് ജീവിക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു തവണയെങ്കിലും ആസ് എ സിറ്റിസൺ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ ഇത്തിരി കൗതുകം മാറ്റിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഫ്യൂച്ചറിനെ വാർത്തെടുക്കാനും എവിടെ പോയാലും പ്രൗഡായിട്ട് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനും നമുക്കെല്ലാവർക്കും പറ്റട്ടെ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.